എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4 20-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം തൊട്ടാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഋതുരുവാച വരാൻ വിഭോ തദ്വരദേശ്വരാദ്ഭുതാം കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാം അഭിസന്ധിദേഹിനാം താനീ സ കൈവല്യ പദേ വൃണേന ജാം ന കാമയേന്നാദ തദഭ്യഹം ക്വചിന്ന യത്ര യൂഷ്മ ചരണാംബുജാസവാം മഹത്തമന്തർഹൃദയാന്മുഖച്യുതോം വിദ്വത്സ്വകർണായുധമേഷമേവരാം സ ഉത്തമശ്ലോകമഹന്മുഖച്യുതോ ഭവത്പദാംബോജസുധാഗണാനിലാം സ്മൃതിം പുനർവിസ്മൃതതത്വവന്മനാം കുയോഗിനാം നോ വിതരത്യലംബരെ യശസ്സിവം ശുശ്രവ ആര്യസംഗമേ യദൃച്ഛയാം ജോപശൃണോതി തേ സകൃ കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീര്യത്പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാം അതാപചേം താകില പുരുഷോത്തമം ഗുണാലയം പത്മകരേവലാലസാം അഭ്യാവയോരേക പതിസ്പൃതോകലിന്നസ്യാത്കൃതത്വൽചരണൈകദാനയോ ജഗജ്ജന്യാം ജഗദീശവൈശ്യസം സ്യാദേവ യൽക്കർമ്മണിനഃ സമാഹിതം കരോഷി ഫൽഗ്യോ വിരുദീനവത്സലാം സ്വയേവ തിഷ്ണ്യാഭിരഥസ്യ കിം ത്വയാം ഭജന്ത്യ ത്വാമദയേവ സാധവോ യുധസ്തമായാം ഗുണവിഭ്രമോദയം ഭവത്പദാനുസ്മരണാദൃതേ സദാം നിമിത്തമന്യ ഭഗവന്ന വിദ്മഹേ മന്യേ ഗിരം ദേ ജഗതാം വിമോഹിനീം വരം വൃണീഷ്വേതി ഭജന്തമാതയേ വാചാനുദന്ധ്യാം യതി ദേ ജനോസിതാ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ ത്വന്മായയാദ്ധാം ജനൈഷ ഖണ്ഡിതോം യദന്യഥാ ശാസ്ത്രിതാത്മനോ ബുധാ യഥാ ചരേദ്ബാലഹിതം വിദാ സ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതും മൈത്രേയുവാച ഇത്യാദിരാജേന സുതസ്സ വിശ്വദൃക് തമാഘരാജന്മയി ഭക്തിരസ്തു തേ ദൃഷ്ടോദൃശീം ധീർമയിതേ കൃതായയാം മായാം മദീയാം തരതി സ്മ ദുസ്ത്യജാം തത്വം കുരും മയാദിഷ്ടമപ്രതപ്ത പ്രജാപതേ മദാദേശകരോ ലോക സർവത്രാപ്നോതി ശോഭനം മൈത്രേയുവാച ഇതി വൈന്യസ്യ രാജർഷേ പ്രതിനന്ദ്യാർത്ഥവധ്വജഃ പൂജിതോ അനുഗൃഹീതേനം ഗന്ധും ചക്രേ അച്യുതോ മതീം ദേവർഷി പിതൃഗന്ധർവ സിദ്ധചാരണപന്നകാം കിന്നരാപ്സരസോ മർത്യാം ഗഗാബോധ്യാന്യകേയകശഹാം യജ്ഞേശ്വരധിയാം രാജ്ഞാം വാഗ്യുത്താഞ്ജലിവിഭക്തിദഹാം സഭാജിതാം യുയുഃ സർവേ വൈകുണ്ഠാനുഗതാസ്തദഹാം ഭഗവാനഭിരാജർഷേം സോപാധ്യായായ സ്യാച്യുതഹാം ഹരന്നിവ മനോമുഷ്യ സ്വധാമ പ്രതിപദ്യതാം അദൃഷ്ടായ നമസ്കൃത്യ നൃപസന്ദർശിതാത്മനെ അവ്യക്തായ ദേവാനാം ദേവായ സ്വപുരം യയൗ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ വിംശതിതമോധ്യായഃ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്? പൃഥു മഹാരാജാവ് 100 അശ്വമേധം നടത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ 99 ആയി. പക്ഷേ ദേവേന്ദ്രൻ്റെ അസൂയ കൊണ്ട് ദേവേന്ദ്രൻ അത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പലതരത്തിലുള്ള അവർ തമ്മിൽ ഒരു വഴക്ക് വന്നു. ആ വഴക്കിനെ ഭഗവാൻ തന്നെ തീർക്കുകയാണ്. അതായത് എപ്പോഴും സമാധാനത്തിൻ്റെ വഴി അനുരഞ്ജനമാണെന്നും നിങ്ങൾ വഴക്കിട്ട ചെറിയ വഴക്കായാലും ശരി വലിയ വഴക്കായാലും ശരി, കുടുംബത്തിലെ ചെറിയ ചെറിയ വഴക്ക് മുതൽ യുദ്ധം വരെ വരുമ്പോൾ, പിന്നെ വഴക്കുകളും യുദ്ധങ്ങളും വരുമ്പോൾ എന്താ സംഭവിക്കുക? നാശങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു ചെറിയ സമയത്തിൻ്റെ, ഒരു നിമിഷ നേരത്തിൻ്റെ ആ ദേഷ്യത്തിൻ്റെ കൊണ്ടാണ് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്.
ഇപ്പോൾ മഹാഭാരത യുദ്ധം വന്നപ്പോഴും അങ്ങനെ തന്നെ എല്ലാവർക്കും നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഗാന്ധാരിക്ക് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, പാഞ്ചാലിക്ക് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ എന്തെല്ലാം മോശം. അപ്പോൾ യുദ്ധം വരുമ്പോൾ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇവിടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ സമയത്ത് ആൾക്കാർക്ക് ഒന്നുമില്ലായിരുന്നു. ആഹാരം പോലും 2 വസ്ത്രമില്ല ഒരു കുടുക്കാൻ. ആഹാരമില്ല. അങ്ങനെ കഷ്ടപ്പാടായിരുന്നു. എന്നിട്ടിപ്പോൾ നമ്മളെ ആ ഒരു ദാരിദ്ര്യം ഇപ്പോൾ യുദ്ധം എപ്പോഴും വഴക്ക് ദാരിദ്ര്യത്തിലേക്കാണ് കൊണ്ടുവരിക. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം. അപ്പം എപ്പോഴും സമാധാനത്തിൻ്റെ വഴി അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ഒരു വഴക്കിനെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ മൂന്നാമതൊരാൾ ശ്രമിച്ച് രണ്ടാൾ പേരിൽ വഴക്കാണെങ്കിൽ മൂന്നാമതൊരാൾ ശ്രമിച്ചിട്ട് അതിനെ അനുരഞ്ജനത്തിൽ കൊണ്ടുവരാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ ഭഗവാൻ ഇന്ദ്രനെയും പൃഥുവിനെയും അനുരഞ്ജനത്തിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അതായത് നമ്മൾ സാധാരണ എല്ലാവരുടെയും കാണുന്നതല്ലേ ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അല്ലേ? ഇപ്പോൾ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, മകൻ അമ്മയെ വെട്ടിക്കൊന്നു, ഇങ്ങനെയൊക്കെയല്ലേ? സഹോദരനെ വെട്ടിക്കൊന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? എല്ലാം ആ നിസ്സാര ക്രോധം കൊണ്ടുണ്ടാവുന്ന എന്തെല്ലാം അപകടങ്ങളാണ് നമ്മൾ ചുറ്റും സ്വയം കാണുന്നത് അല്ലേ? അതുകൊണ്ട് നോക്കൂ, കലികാലത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന അറിഞ്ഞുകൊണ്ടാണ് വേദവ്യാസ മഹർഷി ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക്. അപ്പം അതിനൊക്കെയുള്ള പരിഹാരമാണ് ഇതിൽ പറയുന്നത് അല്ലേ? അങ്ങനൊന്നും ആവാതിരിക്കാൻ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അനുരഞ്ജനത്തിൽ പിരിയണം എന്ന് പറഞ്ഞു. നിങ്ങളിനി അപ്പം എന്താണ്, ഒരാൾ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? എപ്പോഴും നമ്മൾ വഴക്ക് ഇടുമ്പോൾ അത് ശരിയാവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണം. അപ്പോൾ വിട്ടുകൊടുക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. അതാണ് വഴക്ക്. ക്രോധം വരും, കാമത്തിൽ നിന്ന് ക്രോധം വരും. ഇപ്പം എൻ്റെ ആ യാഗം മുടങ്ങിയല്ലോ, അതുകൊണ്ട് എനിക്ക് കിട്ടാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കിട്ടാതാവുകയല്ലേ. അങ്ങനെയുള്ള ആ ഒരു ഭയങ്കരമായ ആ ആഗ്രഹങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമാണ് അല്ലേ? കാമമാണ് ക്രോധത്തിന് വഴിയാക്കുക. ആ ക്രോധമാണ് പിന്നെ നാശത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കണം. അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരാൾ തോറ്റു കൊടുക്കണം. തോറ്റു കൊടുക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കില്ല. അതാണ് സംഭവിച്ചത് അല്ലേ? മനസ്സിൽ ആ ഒരു കാലുഷ്യം നിലനിൽക്കും. രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് പിരിച്ചു വിട്ടാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു മായാതെ നിൽക്കും. ആ ഒരു കാലുഷ്യം നമ്മുടെ ശരീരത്തിനെയാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. കാരണം ദേഷ്യം കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം അല്ലേ? നമ്മുടെ ദേഷ്യമാണ് നമ്മളെ പ്രഷർ വരുത്തുന്നത്. പ്രഷറിൻ്റെ അസുഖം ഇല്ലാത്തവർ ഇപ്പം ഇന്ന് ആരുമില്ല. അതൊക്കെ ഈ കാരണം കൊണ്ടാണ്. ടെൻഷനും അതുപോലെ വഴക്കുകൾ, അസൂയ, കാമക്രോധ ലോപമോഹാദികൾ കൊണ്ട് തന്നെയാണല്ലേ നമ്മുടെ ശരീരം നശിക്കുന്നത്. എങ്ങനെ ശരീരത്തെ അത് എഫക്റ്റ് ചെയ്യണു? അത് നമുക്ക് നിസ്സാരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ദേഷ്യം വന്നാൽ പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടുമ്പോൾ അത് നമുക്ക് എന്തായി മാറും? പിന്നെ സ്ട്രോക്കായി മാറാം. അങ്ങനെ പലതും വരാം. അങ്ങനെ ആ ദേഷ്യം വരുമ്പോൾ അത് നാശത്തിലേക്ക് പോകും. അപ്പം അങ്ങനെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അതായത് ആരും അത്ര പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല ആരും. അതാണ് പിടിച്ചു തന്നെ നിൽക്കും. എൻ്റെ വാശി തന്നെ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പൃഥു കുറച്ച് ഭേദമായതുകൊണ്ട് ഭഗവാൻ ആരെയാണ് മാറ്റിയത്? പൃഥുവിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ആവാൻ പാടില്ല. നീ അനുരഞ്ജനത്തിലെത്തണം. നിന്റെ 99 യാഗം കൊണ്ട് നീ സമാധാനിക്ക്. പോയത് പോട്ടെ. നമ്മൾ പറയില്ലേ, പോയത് പോട്ടെ, നീ സമാധാനിക്ക്. അപ്പോൾ അങ്ങനെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്ന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പിന്നെയും പൃഥുവിൻ്റെ മനസ്സിലെ ആ ഒരു തൻ്റെ ഇന്ദ്രനോടുള്ള ഒരു വിരോധം നിലനിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ടുവന്ന് രണ്ടുപേരെയും ഇരുത്തി. അങ്ങനെ നമ്മൾ പറയില്ലേ, രണ്ടുപേരും സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിയും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ശരിയാക്കി കൊടുക്കുക അല്ലേ? വഴക്കുകൾ മാറ്റുമ്പോൾ രണ്ടുപേരും കൈ കൊടുക്കാനൊക്കെ പറയും അല്ലേ? അങ്ങനെ ഇവിടെ ഭഗവാൻ ഇന്ദ്രനെയും പൃഥുവിനെയും അങ്ങനെ സന്തോഷത്തിൽ എത്തിപ്പിച്ചു. എന്നിട്ട് ഇന്ദ്രനും പറഞ്ഞു, സോറി, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല. പൃഥുവും പറഞ്ഞു, ഞാനിനി യാഗമൊന്നും ചെയ്യുന്നില്ല, മതി, അതൊക്കെ നിർത്തിവെച്ചു. ഞാനിനി എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ എൻ്റെ സ്വധർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനെ മാത്രം ആശ്രയിക്കാൻ വേണ്ടി, ഭഗവാനെ പൂജിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടിയാണ് ഞാനിനി ശ്രമിക്കാൻ പോണത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അനുരഞ്ജനത്തിലെത്തിയിട്ട് ഭഗവാനോട് പൃഥു നന്ദി പറയുകയാണ് പിന്നീട്. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ തോന്നും ഛേ, അതൊന്നും ചെയ്യേണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്. അപ്പം ഇന്ദ്രന് ഏറ്റവും വലിയ പദവി കിട്ടിയിട്ടും സമാധാനമില്ല. അതുപോലെ ഒരു പൃഥുവിന് എല്ലാം ഉണ്ടായിട്ടും പിന്നെയും 100 യാഗങ്ങൾ ചെയ്യാൻ പോകും. അപ്പം അങ്ങനെ ആവരുത്. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഉന്നതിയാണ് നമുക്ക് വേണ്ടത്. മാനസികമായി നമ്മൾ സംതൃപ്തരാകണം.
ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ആദ്യം തന്നെ വിചാരിക്കേണ്ടത് നമ്മൾക്ക് എന്താണ് ഉള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ എണ്ണാൻ തുടങ്ങണം. അപ്പോൾ ഭാഗവതത്തിനെയൊക്കെ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കുള്ളതൊക്കെ വളരെ കൂടുതലാണ്. ഭഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടിസ്ഥാന യോഗ്യതകൾ ഒരു മനുഷ്യന്റെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വലിയ പദവിയിലേക്കാണ് താരതമ്യം ചെയ്യുക. അങ്ങനെ അല്ലാണ്ട് അടിസ്ഥാനമായിട്ടും എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അടിസ്ഥാന യോഗ്യത ഒരു മനുഷ്യന് ജീവിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, അയാൾക്ക് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുളിക്കാൻ വെള്ളമുണ്ടോ? അത് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യവാനായി. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ ആഹാരമുണ്ടോ? എങ്കിൽ നമ്മൾ അതായത് ഉടുക്കാൻ വസ്ത്രമുണ്ടോ? അപ്പോ 2 വസ്ത്രം ഉള്ളവൻ ഭാഗ്യവാൻ എന്നാണ് ഈ ഇപ്പൊ ഇതിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾക്കിപ്പോ 2 വസ്ത്രമാണോ ഉള്ളത്? നമ്മൾക്കിപ്പോ 2000 വസ്ത്രം ഉണ്ടാവുമായിരിക്കും. ല്ലേ? എന്നാലും നമ്മള് സംതൃപ്തരല്ല. എത്ര വസ്ത്രങ്ങൾ പെട്ടിയിൽ അടുക്കി വെച്ചാലും നമുക്ക് പിന്നെയും ഒരു വസ്ത്രം കാണുമ്പോ അതിനോട് ആശയം. അപ്പൊ അത് നമ്മുടെ അത്യാഗ്രഹം തന്നെയല്ലേ? അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ നമുക്ക് ഭഗവാൻ നമ്മൾ തന്നെ വിചാരിക്കുകയാണ് ഇപ്പൊ നമ്മൾക്ക് ഇത്രയും എന്തെങ്കിലും ഒരു പൈസ കിട്ടാനുണ്ടായിരുന്നു ഒരു വർക്കിന്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ! എനിക്കത് കിട്ടിയില്ലല്ലോ കുറച്ചുകൂടി കിട്ടാനുള്ള. അത് ഒരുപക്ഷേ കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ അത്യാഗ്രഹമായിരിക്കാം. അത് നമുക്ക് ആവശ്യമില്ലായിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് ഭഗവാൻ എപ്പോഴും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ അടിസ്ഥാനമായ ആവശ്യത്തിൽ ജീവിച്ചാൽ നമ്മൾക്ക് അതിനപ്പുറം ഭഗവാൻ തരാൻ പോകുന്നത് ആ മാനസികമായ ഉല്ലാസമായിരിക്കും. മോക്ഷം അല്ലെങ്കിൽ മാനസികമായ ഉല്ലാസം അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ പൃഥു അങ്ങനെ ശ്രമിക്കുകയാണ്. പൃഥു വിചാരിച്ചു, ഞാന് എന്തിനാണ് ഇതിനൊക്കെ പോയത്? എന്ത് കുറ്റം ചെയ്തവരും എന്തൊക്കെ ഒരു കൊലപാതകം ചെയ്തവരും കൂടി പറയൂത്രേ കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തന്നെ അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് ആ ഹോർമോൺ ഉണ്ടാവുകയാണേ. ആ ഹോർമോണാണ് ആ പണി ചെയ്യിപ്പിക്കുന്നത്. നമ്മളിൽ ദേഷ്യം വരുമ്പോൾ, അസൂയ വരുമ്പോൾ ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാവും. നമ്മൾ സന്തോഷായിരിക്കുന്നതിന് ഒരു ഹോർമോണിന്റെ പ്രവർത്തനമാണ്. തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണത്രേ നമുക്ക് സന്തോഷിച്ചിരിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ തമാശയുള്ള സിനിമകൾ, കോമഡി ഷോകൾ ല്ലേ? അതൊക്കെ നമ്മൾ എന്തിനാ കാണുന്നത്? അത്ര നേരമെങ്കിലും നമ്മൾ എന്തായിരിക്കും? ചിരിച്ചും സന്തോഷിച്ചും. വേറെ കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പുറത്തത്തെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എവിടെയാ ശ്രദ്ധിക്കുന്നത്? അപ്പൊ ആ കോമഡി ആണെങ്കിൽ ആ കോമഡി. അപ്പൊ അതാ പറയുന്നത് അത്തരത്തിലുള്ള സിനിമകളും നമുക്ക് ദോഷം ചെയ്യുന്നു. അതായത് ഹൊറർ ആയിട്ടുള്ള സിനിമ അങ്ങനെയുള്ളതും നമ്മൾ കാണാൻ പാടില്ല എന്ന് പറയുന്നതും കൂടി അതാണ്. അപ്പൊ അവിടെ ആ തമാശകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ തമാശ കാണുമ്പോൾ നമ്മൾ കുറെ ചിരിക്കും. ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചിരിക്കുമ്പോൾ പലതരത്തിലുള്ള പോസിറ്റീവ് ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവും. അതിനൊക്കെ ഓരോ പേരുണ്ട്. ആ ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ പ്രദാനം ചെയ്യും. അതേസമയം നമ്മൾ ദേഷ്യപ്പെടുകയോ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മോശമായ ഹോർമോണുകളാണ് ഉണ്ടാവും. അത് വിഷ ഹോർമോണുകൾ. അതിനെ പുറന്തള്ളണമെങ്കിൽ നമ്മുടെ ശരീരം തന്നെ കുറേ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതെന്താവും അപ്പൊ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരാവും. അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തില് എന്താണ് ഇവര് യുദ്ധവും അതുപോലെ വഴക്കും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും അത് അനുരഞ്ജനത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെന്തായി? പിന്നെ അവർക്ക് തന്നെത്താനെ തോന്നുമത്രേ, ഛെ ഞാൻ എന്തിനാണ് വഴക്കിനൊക്കെ പോയത്? ഞാൻ എന്തിനാ 100 യാഗമൊക്കെ ചെയ്യാൻ പോയത്? ആവശ്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് വേണ്ടിയിടത്തോളം എല്ലാം ഉണ്ട്. ഞാൻ ചക്രവർത്തി പദമുണ്ട്, പ്രജകളുണ്ട് എന്നെ സ്നേഹിക്കുന്ന. ഞാൻ അവർക്ക് വേണ്ടത് ചെയ്ത് മിണ്ടാതിരുന്നാ പോരെ എന്ന് ആർക്ക് തോന്നി? പൃഥുവിന് തോന്നി. അവിടെയാണ് പൃഥുവിന് ആ ഒരു നിശ്ചലാവസ്ഥ വന്നത്. പ്രസന്റിൽ സന്തോഷമായിട്ടിരിക്കുക. അത് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആത്മസംതൃപ്തി കിട്ടിയാൽ നമ്മുടെ മനസ്സിൽ നല്ല ഹോർമോണുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രസന്റിൽ സന്തോഷമായിരിക്കും. അതിനുവേണ്ടി പൃഥു തന്നെ പറയാണ്. പിന്നെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ഉപദേശിച്ചപ്പോ ഭഗവാനോട് സോറി പറയാണ് പൃഥു. എന്നിട്ട് പറയണത് എന്താണ്? ഭഗവാനെ എന്നോട് ക്ഷമിക്കണം. ഞാന് ഇങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ഞാൻ ഇങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. ഭഗവാൻ തന്നെ എനിക്ക് പ്രത്യക്ഷനാണ്. ഞാൻ യാഗം ചെയ്ത് ഭഗവാൻ എനിക്ക് പ്രത്യക്ഷനായിട്ട് ഭഗവാൻ എനിക്ക് എല്ലാം തന്നപ്പോ എനിക്ക് അഹങ്കാരം കൂടിയത് കൊണ്ടാണ് ഞാന് വീണ്ടും വീണ്ടും യാഗം ചെയ്യാനും അത്യാഗ്രഹത്തിനൊക്കെ പോയത്. ഭഗവാനെ എനിക്കിനി ഒന്നും തന്നെ വേണ്ട. എനിക്ക് എന്തുമാത്രം മതി എന്നാ പറയണത്? എനിക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടായാ മതി. അപ്പൊ ഏം, ഭഗവാന്റെ ഭക്തന്മാരുടെ അതായത് ഭഗവാന്റെ കഥകൾ എനിക്ക് കേൾക്കാൻ കഴിയണം എന്ന്.
അപ്പൊ അതാണ് ഞാനിനി ചെയ്യുള്ളൂ. അപ്പൊ ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടി എനിക്ക് എത്ര വേണം? എനിക്ക് എന്റെ 2 കാത് പോരാ. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എനിക്ക് 1000 കാതുകൾ തരൂ. പിന്നെന്താ പറഞ്ഞേ? എനിക്ക് ഭഗവാന്റെ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് എന്ത് വരുള്ളൂ? ആ ആത്മസംതൃപ്തിയിലേക്ക് നമ്മൾ വരുള്ളൂ. അപ്പോ നമ്മൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് 1000 നാക്കുകൾ തരൂ. പിന്നെ ഭഗവാന്റെ അമ്പലങ്ങൾ സന്ദർശിക്കാനായിട്ട് എനിക്ക് 1000 കാലുകൾ തരൂ. എനിക്ക് ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടട്ടെ. അങ്ങനെ ആം, എനിക്ക് എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനെ പൂജിക്കാനുള്ളതായി മാറട്ടെ. അങ്ങനെ എൻ്റെ കൈകൾ ഭഗവാനെ പൂജിക്കുന്നതായി മാറട്ടെ. എൻ്റെ കാലുകൾ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ആകട്ടെ. എൻ്റെ കാതുകൾ ഭഗവാന്റെ സ്തോത്രങ്ങൾ കേൾക്കാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പറയാണ് ഭഗവാൻ, എനിക്കിനി യാതൊരു പൃഥു പറയാണ്, എനിക്കിനി യാതൊരു ആഗ്രഹങ്ങളുമില്ല. എനിക്ക് ഭഗവാനെ മതി. യശശിവം ശുശ്രവ ആര്യസംഗമേ എതിർച്ചയാം ചോഭ ശൃണോതി തേ കഥം ഗുണജ്ഞോ വിരമേദിനാം പശുവും ശ്രീമദ് പ്രവ്യവയും ഗുണസംഗ്രഹേച്ഛയാന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഭഗവാനിലുള്ള ആ ഒരു രതിയാണ് എനിക്ക് വരേണ്ടത്. അപ്പൊ അതിനു വേണ്ടി എന്നെ അനുഗ്രഹിക്കണം ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ഞാൻ ഇനി എന്തേ ചെയ്യുള്ളൂ? ഇനി ഭഗവാന്റെ ധ്യാനങ്ങളും അതുപോലെ പിന്നീട് പൃഥു എന്ത് ചെയ്യാണ്? പിന്നെ ഒടുവ് അടുത്ത അധ്യായത്തിലൊക്കെ അതിനെപ്പറ്റി പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ പ്രജകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ട് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട മാതിരിയുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ എൻ്റെ ജീവിതം വരട്ടെ. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് വരങ്ങളൊന്നും എനിക്കിനി വേണ്ട പറഞ്ഞു അല്ലേ. അപ്പൊ ആ യാഗമൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ചക്രവർത്തിയാകണം, അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള പല ആഗ്രഹങ്ങളായിരുന്നു. അപ്പൊ നോക്കൂ, പൃഥുവിന് ആ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ഭഗവാനോട് പറയണേ എനിക്കിനി എന്നിട്ട് മറ്റുള്ളവരെ പറയാണ് ഭഗവാൻ നമ്മളുടെ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ഭഗവാനോട് ഒരിക്കലും എന്ത് വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല അത്രേ. നമ്മൾക്ക് ഇങ്ങനെ ലൗകിക സുഖങ്ങൾ വേണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതൊന്നും ചോദിക്കാൻ പാടില്ല ഭഗവാനോട്. അങ്ങനെ ചോദിക്കുന്നവൻ വിഡ്ഢിയാണ്. നമ്മൾ ഭഗവാനെ വേണമെന്നാണ് ചോദിക്കേണ്ടത്. ഭഗവാന് വേണ്ടി അത്രേ നമ്മൾ കരയേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞ് കരയാണ്ടേ ഭഗവാനെ എനിക്ക് ഭഗവാനെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പൃഥു പറയാണ്, ഭഗവാന് വേണ്ടിയുള്ളതാകട്ടെ ഇനി എൻ്റെ ജീവിതം. എങ്ങനെ? മിണ്ടാതിരുന്ന് ഭഗവാനെ ഭജിക്കലല്ല, പ്രജകളെ ഞാൻ അങ്ങനെ. അപ്പൊ പ്രജകളെ നന്നായിട്ട് ഭരിച്ചിരിക്കും. പ്രജകൾ എന്ത് പറയും പൃഥുവിനോട്? നല്ല പൃഥു ചക്രവർത്തി നല്ലതാണ്, നന്നായിരിക്കട്ടെ എന്നുള്ള അനുഗ്രഹം കിട്ടും. അപ്പൊ അതാണ് ഒരു രാജാവിന് വേണ്ട അനുഗ്രഹം. അതാണ് നമ്മൾ എങ്ങനെ പ്രജകൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു. ഇപ്പൊ ശ്രീരാമനെ നമ്മൾ ഇന്നും ഓർക്കുന്നു അല്ലെ. ഇപ്പോഴും നമ്മൾ രാമരാജ്യം ഇന്നേ വരെ ഈ രാമരാജ്യം അതുപോലെ ആരും തന്നെ ഭരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടായിരുന്നു അത്? അത്രയ്ക്ക് നന്നായിട്ട് ഭരിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭരിച്ചാൽ എന്താണ്? പ്രജകളിൽ നിന്നുണ്ടാകുന്ന ആ ആശീർവാദം, ആ ഒരു സന്തോഷമാണ് അത്രേ നമ്മൾക്ക് നല്ല ലോകങ്ങൾ തരുന്നത്. നമ്മൾ മരിച്ചു പോയാലും നമ്മൾക്ക് പുണ്യം, നമ്മൾക്ക് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പുണ്യം എന്താണ്? നമ്മൾ ചെയ്ത സ്വധർമ്മം, നമ്മുടെ ധർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാവാതെ, അതായത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതായത് അവനവൻ ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കുന്ന കർമ്മങ്ങൾ അന്യന് ദുഃഖങ്ങളായി വരാതെ അന്യന് സന്തോഷപ്രദമായിട്ട് വരണം. നമ്മൾ നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി എന്ത് കർമ്മം ചെയ്താലും അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലാവരുത്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടാണ് നമ്മൾ ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി കൊണ്ടുള്ള ഗുണം അവര് പറയും നമ്മൾ ചെയ്തത് നല്ലതാണെന്ന്. അപ്പൊ അവരുണ്ടായ കാരണം അവരിങ്ങനെ ചെയ്തത് കാരണം വളരെ നല്ലതായി. രാജാവ് നല്ല ഭരിച്ച കാരണം ഞങ്ങൾ സന്തോഷമായി ജീവിച്ചു. അപ്പൊ ആ ഹൃദയത്തിലൊരു എന്ത് വരും? നന്ദിയും ഹൃദയത്തിലൊരു സ്നേഹവും ഒക്കെ വരും നമ്മളോട്. അതാണത്രേ നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് എവിടെയും നമ്മൾ സമാധാനമാണ് അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടി നമ്മൾ അനുരഞ്ജനത്തിന് തന്നെ പോകണം. വഴക്കുകളല്ല സമാധാന ജീവിതത്തിന്
സമാധാന ജീവിതത്തിന് എല്ലാവരെയും ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടും അങ്ങനെ ജീവിക്കുന്നതാണ് നമുക്ക് സന്തോഷപ്രദമായിട്ട് വരുള്ളൂ. വഴക്കുകളൊക്കെ നമുക്ക് മോശമായിട്ടേ വരുള്ളൂ എന്നാണ് ഇവിടെ പൃഥു മനസ്സിലാക്കിയിട്ട് പൃഥു ചക്രവർത്തി തന്നെ ഭഗവാനോട് അത് പറഞ്ഞു. അതിനൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇത്തരത്തിലുള്ള സാധനകളൊക്കെ ചെയ്യണം. അപ്പോഴേ നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ.